ആദ്യം അട നല്ല വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ അച്ചാമ്മ നെയ്യൊന്നും കൂട്ടാത്തത് കൊണ്ട് അച്ചാമ്മ നല്ല വെളിച്ചെണ്ണയിലാണ് അട ഫസ്റ്റ് മൂപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് അടുത്തത് ഓരോന്നോരോന്ന് അച്ചാമ്മ പറഞ്ഞേരേ. മൂന്നാം പാലെന്ന് പറഞ്ഞാൽ മൂന്നാം പാൽ ഒഴിച്ച് അട വേവിച്ച് പിന്നെ ശർക്കര ഒഴിച്ച് രണ്ടാം പാൽ ഒഴിച്ച് മൊത്തത്തിൽ അടപ്പായസം എത്ര സമയം എടുക്കും? 3 മണിക്കൂർ. 3 മണിക്കൂറാണ്. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അട നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മൂന്നാം പാലൊഴിച്ച് അത് നന്നായി വേവിക്കണം കേട്ടോ. അതായത് ശർക്കര മുന്നേ എടുത്തൊഴിച്ച് കളയത്. ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ അട കട്ടിയാവും, അട ഭയങ്കര കല്ല് കണക്കാവും, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല എന്ന് കേട്ടോ അച്ഛമ്മ പറഞ്ഞ്. അപ്പം ഇത് നന്നായിട്ടൊന്ന് കുറുകി ഇങ്ങനെ അത് നല്ല സ്പോഞ്ച് കണക്ക്, അതായത് നല്ല മയത്തിൽ വന്നിട്ടേ അത് അടുത്ത ശർക്കര ഒഴിക്കാവും കേട്ടോ. നമ്മളിവിടെ കറുത്ത കളർ ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാരണ അടയ്ക്ക് വെള്ള കളർ ശർക്കരയാണ് എടുക്കുന്നത്. നമ്മളിവിടെ കറുത്ത കളർ ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് അട ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അടപ്പായസം ആകുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി കളർ കൂടുതലായിരിക്കും, ഒരു ഡാർക്ക് കളർ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ സാധാരണ നോർമൽ കളർ, വെള്ള കളർ ശർക്കരയാണെങ്കിൽ നോർമൽ കളറായിരിക്കും കേട്ടോ. അപ്പോൾ ശർക്കര ഒഴിച്ച് ഒരു 10-15 മിനിറ്റോളം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൗരി നല്ല രീതിക്ക് വേവിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊക്കെ ഇത് കൊച്ചുനാളിൽ കണ്ണ് കണക്കത്തെ സാധനം എന്നായിരുന്നു പറഞ്ഞു, എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ പേര് ചൗരി എന്ന് പഠിച്ചത്. അപ്പോൾ അത് ചൗരി ഇട്ടിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അട ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വിടാതെ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് കേട്ടോ അച്ഛാമ്മ പറഞ്ഞത്. കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് എപ്പോൾ വേണമെങ്കിലും അടിയിൽ പിടിക്കുക. അതുപോലെ തന്നെ തീയും ഭയങ്കരമായിട്ട് തീ വേണ്ട, ചെറിയൊരു തീയിലാണ് കേട്ടോ ഇത് ഇതാവേണ്ടത്. അപ്പോൾ നല്ലതായിട്ട് കുറുകി വരും തോറും നമ്മൾ തേങ്ങാപ്പാൽ 2ാം പാലും 3ാം പാലും 1ാം പാലും ഒക്കെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിരിക്കുകയാണ് ഗായ്സ്. ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ 2ാം പാൽ ഒഴിക്കാം കേട്ടോ. ഇപ്പം അച്ചാമ്മ ഒഴിക്കുന്നത് 2ാം പാലാണേ.